നമ്മുടെ എടത്തനാട്ടുകരയുള്ള അൽ ഹിക്മ അറബി കോളേജ് അതിനുവേണ്ടി സജ്ജമായ നല്ലൊരു സ്ഥാപനമാണ്. അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് മാത്രമാണുള്ളത്. മഅദുല്ലുഗ, അതായത് SSLC പാസ്സായവർക്ക് +2 ഹ്യൂമാനിറ്റീസിനോടൊപ്പം മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള നല്ലൊരു സിലബസാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുല്ലിയ ശരിയ എന്നുള്ള വിഭാഗത്തിലേക്ക് വരുമ്പോൾ +2 പാസ്സായവർക്ക് BA അറബിക്കിനോടൊപ്പം ആഴത്തിലുള്ള മതപഠനത്തിനുള്ള ഒരു പണ്ഡിത കോഴ്സ് എന്ന നിലക്കാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെയുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളെ, ചില ആൾക്കാർക്കുണ്ട് ഇതിൽ ധാരണ എന്ത്, അറബിക് കോളേജിലേക്ക് മതം പഠിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ അത് മറ്റേതിനൊന്നും വിഷയത്തിനൊന്നും മാർക്ക് കുറഞ്ഞ ആൾക്കാരെയാണ് അങ്ങോട്ട് വിടേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ട്. സമ്പൂർണ്ണ A+ കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ അവൻ എഞ്ചിനീയറിങ്ങിന് പോട്ടെ, അവൻ മെഡിസിന് പോട്ടെ, അവൻ എൻട്രൻസിന് പോട്ടെ, എന്നാൽ ഒരു 2 A+, ബാക്കി A, 2-3 B ഇങ്ങനെയൊക്കെ കിട്ടി എന്നാൽ അറബി കോളേജിൽ പോയിക്കോട്ടെ. ഈ ധാരണ നമ്മൾ മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല കഴിവുള്ള കുട്ടികളെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിനെങ്കിലും നമ്മൾ മതം പഠിക്കാൻ മാറ്റി വെക്കണം. പണ്ഡിതന്മാരുണ്ടാകണം. കാരണം ഇന്നത്തെ നമ്മളെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്താ, ഒരാൾക്കൂട്ടമാണ് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ യൂട്യൂബിൽ വന്നിട്ട് ഇസ്ലാമിനെ പറ്റി വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊരു വിവരമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം മുസ്ലിം പേരുണ്ടാവും, എന്നിട്ട് അത് കേട്ടുകൊണ്ട് അതിന് കൈയടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. എന്താണ് ഹക്ക്, എന്താണ് ബാത്തില്, എന്താണ് സത്യം, എന്താണ് അസത്യം, ഇതൊന്നും വേർതിരിച്ചറിയാനുള്ള അറിവില്ലാത്തൊരു സമൂഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മഹല്ലിൽ ഈ സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ ദീൻ അറിയുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകണം. വാപ്പ മരണപ്പെട്ട് കിടക്കുമ്പോൾ നിർഭയമായി ആ വാപ്പയെ കുളിപ്പിക്കാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ ധൈര്യമുള്ള ഒരു കുട്ടി, ആ വാപ്പയുടെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാൻ, നിർഭയമായി നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു കുട്ടി, ഒരു കുട്ടിയെങ്കിലും നമുക്കൊരു വിത്തെങ്കിലും നമുക്ക് വേണം. ആ വിത്തില്ല എങ്കിൽ സുഹൃത്തുക്കളെ, വരാൻ പോകുന്ന കാലം അത്യന്തം അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.